ലോക്കൽ കമ്മിറ്റി അംഗം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. CPM ലോക്കൽ കമ്മിറ്റി അംഗമായ ജോസ് മാഞ്ഞൂരാൻ CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കർഷക സംഘം മേഖലാ സെക്രട്ടറിയുമായിരുന്നു. CPMന്റെ ശൈലിയും തീരുമാനങ്ങളോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 20 വർഷങ്ങളായുള്ള ബന്ധം ഉപേക്ഷിച്ച് പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആളൂർ പഞ്ചായത്ത് വെള്ളാഞ്ചിറ സ്വദേശിയാണ് ജോസ് മാഞ്ഞൂരാൻ. ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആളൂർ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച കോൺഗ്രസിന് കരുത്തു പകരുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ്, മണ്ഡലം നേതാക്കളായ സുബി കെ സെബാസ്റ്റ്യൻ, അബ്ദുൾ സത്താർ, അഡ്വക്കേറ്റ് പോളി മൂഞ്ഞോലി എന്നിവർ പ്രതികരിച്ചു. കുമ്പളയിലെ വേദി വിട്ടിറങ്ങിയ സുധാകരൻ സതീശന്റെ പുതുയുഗയാത്രയിൽ പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗയാത്രയിൽ പങ്കെടുക്കാതെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ. ഇന്നലെ കുമ്പളയിലെ പുതുയുഗയാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് സുധാകരൻ ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു. ഇതിനുശേഷം കാസർകോട്ടെ സ്വീകരണ വേദികളിലൊന്നും പങ്കെടുക്കാതിരുന്ന സുധാകരൻ ഇന്ന് യാത്ര കണ്ണൂരിൽ പ്രവേശിച്ചിട്ടും പങ്കെടുത്തില്ല. വൈകിട്ട് പയ്യന്നൂരിൽ വെച്ച് യാത്ര ജില്ലയിൽ പ്രവേശിച്ചിരുന്നു. വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമം പ്രതിപിടിയിൽ. വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമം. പരവൂർ കൂനയിൽ പാലമൂട്ടിൽ പടിഞ്ഞാറ്റതിൽ രാജ്യത്താണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30-ഓടെ പ്രതി യുവതിയുടെ വീടിന്റെ ജനൽ പൊളിച്ച് ഉള്ളിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി ഉണർന്നതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം KSU നേതാവിന് സസ്പെൻഷൻ. എറണാകുളത്ത് KSU നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവൃത്തി കണ്ടെത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് കണ്ടെത്തൽ. കീഴ്മാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അല്ലമീൻ അഷ്റഫ് ശ്രമിച്ചതായി നേതൃത്വത്തിന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ പാർട്ടി വിരുദ്ധ നടപടി കണ്ടെത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അല്ലമീൻ അഷ്റഫ്. പത്തനംതിട്ടയിൽ 17-കാരിയായ ഭിന്നശേഷി വിദ്യാർത്ഥിനിയെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കോന്നി പൂവൻപാറയിലാണ് സംഭവം നടന്നത്. പൂവൻപാറ സ്വദേശിനി അജ്മിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 17 വയസ്സുകാരിയായ വിദ്യാർത്ഥിനി വയലിൽ പശുവിന് തീറ്റ കൊടുക്കാൻ പോയതായിരുന്നു. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് വയലിൽ വെച്ച് മൃതദേഹം കണ്ടെത്തിയത്.